എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയുള്ള നയനയുടെ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ ആദർശിനെ വിളിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നയന നന്നായിട്ട് പോഷകാഹാരങ്ങൾ ഒന്നും കഴിക്കാറില്ലേ എന്ന് ചോദിക്കും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അവളാണ് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാറുള്ളത്, അങ്ങനെ ഭക്ഷണം കഴിക്കലൊന്നും ശരിക്കില്ല, കുറച്ച് ഭക്ഷണമേ കഴിക്കാറുള്ളൂ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എന്നാൽ അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടിക്കൊരു ആരോഗ്യമില്ല, ഇപ്പം തന്നെ പ്രഷർ താന്നിരിക്കുവാണ്, അതുപോലെ ഒരു ക്ഷീണവും ഉണ്ട്, അതുകൊണ്ട് ബ്ലഡ് എടുക്കണോ എന്നതിനെപ്പറ്റി ഞാനൊന്ന് ആലോചിക്കുവാണ് എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നയന ബ്ലഡ് കൊടുക്കാനുണ്ടല്ലോ എന്നോർത്ത് ഇപ്പോൾ അന്വേഷണമൊക്കെ ഞങ്ങൾ നിർത്തിയായിരുന്നു എന്ന് പറയുമ്പം അത് നിർത്തണ്ട, വേറെ ആരെയെങ്കിലും കിട്ടുമോയെന്ന് നോക്ക്, ഈ സ്ഥിതിക്ക് അയാൾക്ക് ഇത്തിരി ക്ഷീണമൊക്കെ ഉള്ള സ്ഥിതിക്ക് നമ്മൾ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്ഷീണമാകും, എന്തിനാ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി വേറൊരാളെ അപകടത്തിലാക്കുന്നത്, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, നയന ബ്ലഡ് കൊടുക്കണം എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞു, ഇനി മാറ്റിക്കാൻ ഇച്ചിരി പാടായിരിക്കും, ഞാൻ ശ്രമിച്ചു നോക്കാം എന്ന് പറയും. ഏതായാലും ചോദിച്ചു നോക്ക് എന്ന് ഡോക്ടറും പറയുന്നു. കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആദർശ് നയനോട് ഇതിനെപ്പറ്റി സംസാരിക്കുവാണ്. അന്നേരം നയന പറയും, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ആ വീട്ടിലെ എല്ലാ ജോലി എടുക്കുന്നതല്ലേ, എനിക്കൊരു ക്ഷീണവും വരാറില്ല, അതുകൊണ്ട് ഞാൻ തന്നെ കൊടുക്കാം എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എടി അമ്മയെ രക്ഷിക്കാൻ വേണ്ടി നിന്നെ അപകടത്തിലാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, എനിക്ക് ഒരു അപകടവും പറ്റിയല്ല, ഇതെൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്, ആദർശമായിട്ട് സാധിച്ചു തന്നെ, വേണ്ടാന്ന് പറയരുത്, അമ്മയ്ക്ക് ഞാൻ തന്നെ ബ്ലഡ് കൊടുത്തോളാം എന്ന് പറഞ്ഞ് നയന ആദർശിനെ നിർബന്ധിക്കുക കേട്ടോ. അന്നേരമാണ് അങ്ങോട്ടേക്ക് ഡോക്ടർ തന്നെ. അപ്പോൾ ഡോക്ടറോടും പറയും നയന, ഡോക്ടർ എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ ജോലിയെല്ലാം ചെയ്യുന്നതിന് എനിക്ക് ക്ഷീണമൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയും. അന്നേരം ഡോക്ടർ ചോദിക്കും, അപ്പോൾ എനിക്കാണോ തെറ്റ് പറ്റിയത്, ഏതായാലും 1-2 ടെസ്റ്റ് കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് ബ്ലഡ് വേണോ വേണ്ടോ എന്നതിനെപ്പറ്റി തീരുമാനിക്കാം, ഒരാൾക്ക് വേണ്ടി വേറൊരാളെ അപകടത്തിലാക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടറും അങ്ങോട്ട് പോവാണ്. പോയി കഴിഞ്ഞും നയന ആദർശിനോട് പറയുന്നുണ്ട്, എൻ്റെ ബ്ലഡ് തന്നെ എടുക്കണം കേട്ടോ ആദർശേട്ടാന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. അന്നേരം നോക്കട്ടെ, ടെസ്റ്റ് ഉണ്ടെന്നല്ല പറഞ്ഞാൽ, അത് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് ആദർശ് നയനയോട് പറയുന്നു. പിന്നീട് ജാനകിയും ജലജയാണ് കാണിക്കുന്നത്. അപ്പം ജലജ ജാനകിയോട് ചോദിക്കുന്നുണ്ട്, നമുക്കൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണ്ടേ എന്ന്. അന്നേരം ജാനകി പറയും, എല്ലാവരോടും അവിടെ പോയിരുന്നിട്ടും കാര്യമില്ലോ, ആണുങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും, അന്നേരം നമുക്ക് പോകാമെന്ന് പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്ക് അനി അങ്ങോട്ട് വന്നു. അനി വന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുക. അന്തേക്കും എങ്ങനെയുണ്ടാ ഏട്ടത്തേക്ക് എന്ന് ചോദിക്കും. അന്നേരം ഇത്തിരി സീരിയസ് ആണ്, ബ്ലഡൊക്കെ മാറ്റണമെന്ന് പറഞ്ഞു എന്ന് പറയും. അന്നേരം എന്നിട്ട് ബ്ലഡ് കിട്ടിയോ എന്ന് ചോദിക്കുമ്പം വല്യമ്മയുടെ ബ്ലഡ് വളരെ റെയർ ആയിട്ടുള്ള ബ്ലഡാണ്, AB നെഗറ്റീവ്, അത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഭാഗ്യവശാൽ അങ്ങനെ ഒരു ബ്ലഡ് ഗ്രൂപ്പ് നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്കും ഉണ്ടായിരുന്നു, എന്നിട്ടും ബ്ലഡ് തരാൻ തയ്യാറായില്ല, ആളിപ്പോൾ ഇവിടെ ഇല്ലെന്നേ ഉള്ളൂ എന്നൊക്കെ പറയും. അന്നേരം ജലജ പറയും, അയ്യോ ഞാനൊന്നും അല്ല കേട്ടോ, എൻ്റെ B നെഗറ്റീവാണ് എന്ന് പറയും. അന്നേരം ജാനകിക്കൊരു സംശയം. ജാനകി ചോദിക്കും, നീ അനാമിക മോളെയാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവളെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയും. എന്നിട്ട് അനാമിക മോള് ബ്ലഡ് തരാമെന്ന് പറഞ്ഞില്ലേ, മോള് 100 വട്ടം സമ്മതത്തോടെ ബ്ലഡ് തരുമെന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, അവൾ ബ്ലഡ് തരില്ല എന്ന് തന്നെ പറഞ്ഞു, അമ്മ വിചാരിക്കുന്നത് പോലെയല്ല ആളുകളൊന്നും, അവളും അവളുടെ വീട്ടുകാരും ഒക്കെ ഇത്തിരി അഹങ്കാരികളാണ് എന്ന് പറയുവാണ്. അന്നേരം ജാനകിക്ക് അത് ഇഷ്ടപ്പെടില്ല. ജലജ പറയുന്നുണ്ട്, ഏതായാലും വിഷം കലർത്തി ഏട്ടത്തിയെ കൊല്ലാൻ നോക്കിയ നിൻ്റെ ഏട്ടത്തിയേക്കാളും നല്ലതാണ് ആ കൊച്ച്, അതൊരു പാവമാണ് എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, നടന്നത് എന്താണ് എന്ന് അപ്പച്ചിക്ക് നല്ല ഉറപ്പൊന്നുമില്ലല്ലോ, ആ സ്ഥിതിക്ക് ഏട്ടത്തിയെ വെറുതെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട എന്ന് പറയും. അന്നേരം ജാനകി ചോദിക്കുന്നുണ്ട്, ഇതിൽ കൂടുതൽ എന്തറിയാനാടാ, അവളല്ലേ പാല് കാച്ചി വെച്ചത്, അവൾ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, ഏട്ടത്തി ആ പാല് കാച്ചി വെച്ചത് നവ്യേടത്തിക്ക് കൊടുക്കാൻ വേണ്ടിയാണ്, അങ്ങനെ അത് വെച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് വിഷം കലർത്താൻ ഒരേ ഒരാൾക്ക് മാത്രമേ ആഗ്രഹം ഉണ്ടാവുള്ളൂ, അബിക്ക്, പ്രത്യേകിച്ച് അവൻ ഇന്നലെ വലിയ സ്നേഹമായിരുന്നു ഏട്ടത്തിയോട് എന്ന് കേട്ടു, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവൻ തന്നെയായിരിക്കും ഇത് ചെയ്തത് എന്ന് പറയും. അന്നേക്കും ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വരും. ജലജ വന്നിട്ട് ചോദിക്കും, ഇപ്പം എല്ലാവരോടും എൻ്റെ മോനെ പഴിയാർത്താനാണോ നോക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവൻ അങ്ങനെ ചെയ്തിട്ടുമില്ല, ഇത് ചെയ്തത് നയന തന്നെയാണ്, അവളേക്കാൾ മുന്നേ നവ്യ പ്രസവിക്കരുത്, ഒരു കുഞ്ഞിൻ്റെ അമ്മയാകരുത്, അതിനു വേണ്ടിയാണ് അവൾ ഇത് ചെയ്തത് എന്ന് പറയും. അന്നേരം അനി പറയുന്നുണ്ട്, ഒരിക്കലും ഏട്ടത്തി ഇങ്ങനെ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, ശരിക്കും ആ പാല് കുടിക്കേണ്ടത് നവ്യ തന്നെയായിരുന്നു എന്ന് പറയുമ്പം അനി ചോദിക്കുന്നുണ്ട്, അപ്പം ആ പാല് കുടിച്ചിട്ട് കുഞ്ഞു പോയാലും അപ്പച്ചിക്ക് കുഴപ്പമൊന്നുമില്ലേ എന്ന് ചോദിക്കും. അന്നേരം പറയുക, എനിക്ക് കുഴപ്പമുണ്ട്, എൻ്റെ പേരക്കുട്ടി പോകുന്ന കാര്യത്തിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്, പക്ഷേ അനിയത്തി ചെയ്ത തെറ്റിൻ്റെ ഫലം അനുഭവിക്കേണ്ടത് ചേച്ചി തന്നെയായിരുന്നു, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുവാണ്. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഇതിൻ്റെ അകത്ത് കൂടുതൽ പറയേണ്ട കാര്യം
കാര്യമൊന്നുമില്ല. ആ പാല് കാച്ചി വെച്ചത് നയനയാണെങ്കിൽ അവൾ തന്നെയാണ് അതിൻ്റെ അകത്ത് വിഷം കലർത്തിയിരിക്കുന്നത്. അവളെപ്പോലെ ഒരു കള്ളിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നൊക്കെ ജാനകി പറയുമ്പം അനി പറയുന്നുണ്ട്, അമ്മേ, ഏട്ടത്തിയെ കുറ്റം പറയുന്ന ഈ നാക്ക് ഒന്ന് അടക്കി വെക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് വരുമ്പോഴും അമ്മ തന്നെ അനുഭവിച്ചോണം എന്ന് പറഞ്ഞിട്ട് അനി അങ്ങ് കയറിപ്പോവുക. അന്തേക്കും ജലജ പറയുന്നുണ്ട്, അതെങ്ങനെ ഈ വീട്ടിലുള്ള എല്ലാ എണ്ണത്തിനെയും അവളങ്ങ് മയക്കി വെച്ചേക്കുമല്ലേ, പിന്നെ എങ്ങനെയാണ് ശരിയാകുന്നത് എന്ന് ജലജ പറയും. അന്നേരം ജാനകി പറയും, അതെങ്ങനെയാ അവൾ കൊടുത്ത വിഷമുണ്ടല്ലോ, അതിനേക്കാൾ കട്ടിയായ വിഷമാണ് അവളുടെ നാക്കിൽ, അത് വെച്ചാണ് എല്ലാവരെയും മയക്കി വെച്ചേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അങ്ങോട്ട് പോകുന്നു. പക്ഷേ ജലജയ്ക്ക് ഇച്ചിരി ടെൻഷനും വിഷമമൊക്കെ വന്നുണ്ട്. അനി പറഞ്ഞല്ലോ അഭിയായിരിക്കും ചെയ്തതെന്ന്, അതിൻ്റെ ഒരു വിഷമം. പിന്നെ കാണിക്കുന്നത് നയന ബ്ലഡ് കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് ബ്ലഡൊക്കെ കൊടുത്തതിന് ശേഷം ഇറങ്ങി വരുമ്പോഴും ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. അന്നേരം നേഴ്സ് വന്നിട്ട് പറയുന്നുണ്ട്, കുറച്ച് നേരത്തേക്ക് നല്ല ക്ഷീണം കാണും, എന്തെങ്കിലുമൊക്കെ നല്ല ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അന്നേരം ആദർശ് പറയും, നമുക്ക് ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിക്കാമെന്ന് പറയുമ്പം, എനിക്കിപ്പം കഴിക്കാനൊന്നും തോന്നുന്നില്ല ആദർശേട്ടാ എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അത് പറഞ്ഞാൽ ശരിയാവില്ല, തനിക്ക് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് ക്യാൻറ്റീനിൽ പോയി എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ക്യാൻറ്റീനിലേക്ക് കൊണ്ടുവരുവാണ്. അന്നേരം നയന പറയുന്നുണ്ട്, എനിക്ക് കഴിക്കാനൊന്നും വേണ്ട, എന്തെങ്കിലും കുടിക്കാൻ മതി എന്ന് പറയും. ആദ്യം ഒരു ജ്യൂസ് മേടിച്ചു കൊടുക്കും. അത് കുടിച്ചുകൊണ്ടിരിക്കുവാണ് നയന. അന്നേരം ആദർശ് ദേവേനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അമ്മ ഇത്രയൊക്കെ ചെയ്തിട്ട് അമ്മയോട് നിനക്ക് അങ്ങനെ ദേഷ്യമൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം നയന പറയും, എനിക്ക് ഒരു ദേഷ്യമില്ല, അമ്മയുടെ അസുഖം നന്നായിട്ട് മാറണം, അമ്മ നല്ല ആരോഗ്യത്തോടെ തിരിച്ചു വരണം എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ എന്ന് പറയും. അത് കുടിച്ചു കഴിഞ്ഞ് പിന്നെയും നിർബന്ധിച്ച് ഒരു ABC ജ്യൂസുകളൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട് ആദർശ്. ഈ സമയം നമ്മുടെ വേണു വരുവാണ് ഹോസ്പിറ്റലിലേക്ക്. വന്നിട്ട് ജയനോട് ചോദിക്കും, എങ്ങനെയുണ്ട് ജയാന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പിന്നെ ബ്ലഡൊക്കെ കിട്ടിയോന്ന് ചോദിക്കുമ്പോൾ കിട്ടി എന്ന് പറയും. അന്നേരം വേണു പറയുന്നുണ്ട്, ഞാനും കുറേ സ്ഥലത്ത് അന്വേഷിച്ചു, പ്രത്യേകിച്ച് ഈ ബ്ലഡ് ആയതുകൊണ്ട് അങ്ങനെ കിട്ടാനില്ലല്ലോ, അതാണ് പ്രശ്നം എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഇനിയിപ്പം വേറെ എവിടുന്നും കിട്ടിയില്ലെങ്കിൽ അനാമിക മോള് തരാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ എന്ന് പറയും. അധികം ജയൻ്റെ മുഖത്തൊരു പുച്ഛമാണ്. അന്നേരം അതിൻ്റെ കൂടെ വേണു പറയുവാണ്, ഏതായാലും മരുമോള് ചെയ്തു വെച്ചത് ഒന്നൊന്നര ഒരു പണിയായി പോയല്ലേ എന്ന്. അന്നേരം ജയൻ ചോദിക്കും, അതെന്താ വേണു അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും. അന്നേരം വേണു പറയുവാണ്, അല്ല, ആ പാല് കാച്ചി വെച്ചത് നയനയല്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ്. അവരുടെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുക്കാൻ മേലായിരുന്നോ, അവരുടെ ഹണിമൂൺ ട്രിപ്പ് മുടക്കിയതിൻ്റെ ദേഷ്യത്തിനാണ് മരുമോള് ഇതുപോലൊരു പണി ദേവയിടത്തേക്ക് കൊടുത്തത് എന്ന് പറയുവാണ്. അന്നേരം ജയൻ പറയുന്നുണ്ട്, നയനമോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അതുകൊണ്ട് നയനമോളെക്കുറിച്ച് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല വേണു എന്ന് പറയും. അന്നേരം പറയുന്നുണ്ട്, എങ്കിൽ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ പാല് കാച്ചി വെച്ചത്, അതിൻ്റെ അകത്ത് തന്നെ വിഷം ചേർത്തത് ചേച്ചി പ്രസവിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കും. നയനേക്കാൾ മുന്നേ ചേച്ചി ഒരു കുഞ്ഞിൻ്റെ അമ്മയാകുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരിക്കും, അതുകൊണ്ടാണ് ചെയ്തത്, ഇതായിരിക്കും സത്യം എന്ന് പറയും. അന്നേരവും ജയൻ പറയുന്നുണ്ട്, സത്യാവസ്ഥ എന്താണ് എന്ന് അറിയില്ല, ഞാൻ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇതിൻ്റെ പേരിൽ വീടിനുള്ളിൽ പോലീസിനെ കയറ്റാൻ താല്പര്യമില്ലെന്നാണ്, അതുകൊണ്ട് ആ കാര്യത്തെപ്പറ്റി വ്യക്തത വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കേണ്ടതെന്ന് പറയും. അന്നേരം വേണു പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യത്തെ ആത്മാഭിമാനം നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ശരിയായ പ്രതിയെ കണ്ടെത്തുവാണ് ചെയ്യേണ്ടത് എന്ന് പറയുവാണ്. അന്നേരം എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോകും. അന്നേരം ജയൻ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽപ്പുണ്ട്. അന്നേരം അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, ആദർശ് എന്ത് ചെയ്യുന്നു, ഐസുവിൻ്റെ ഫ്രണ്ടിലുണ്ടെന്ന് പറയുമ്പോൾ അങ്ങോട്ട് അങ്ങേര് പോരുന്നത്. അങ്ങേര് വരുമ്പം അവിടെ നമ്മുടെ നയനയും ആദർശം നിൽപ്പുണ്ട്. അന്നേരം വേണുവിനെ കാണുന്നത് ദേഷ്യം വരും കേട്ടോ രണ്ടുപേർ കൂടെ. വരുന്നത് ദേവയാനിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും, ബ്ലഡൊക്കെ ആയോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, ബ്ലഡൊക്കെ ആയി, അമ്മയുടെ നില ശരിയായി വരുന്നുള്ളൂ എന്ന് ആദർശം പറയും. അന്നേരം നയനെ പയ്യെ നോക്കും. എന്നിട്ട് പറയുന്നുണ്ട്, ആദർശം, ചില ആൾക്കാർ വീട്ടിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും വരും, അതൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്ന് പറയും. അന്നേരം നയന പറയുന്നുണ്ട്, അത് തന്നെ എനിക്കും പറയാനുള്ളത്, ചിലർ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും വരും, അതൊന്ന് കണ്ടറിഞ്ഞിരിക്കണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് എന്ന് പറയും. അന്നേരം പറയുന്നുണ്ട്, ഈ പറഞ്ഞതൊക്കെ പറഞ്ഞിട്ട് നീ തന്നെ ഒന്ന് കണ്ണാടി നോക്കുന്നത് നല്ലതാണ് എന്ന് പറയും. അന്നേരം ആദർശ് ചോദിക്കും, അതെന്തിനാ അങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പം വേണു പറയുന്നുണ്ട്, ആ പാല് ആർക്ക് വേണ്ടിയാണ്, ആരാണ് കാച്ചി വെച്ചത് എന്നൊക്കെ നമുക്കറിയാലോ, ഇനിയിപ്പം വേറെ ആരേക്കാളും മുന്നേ അവിടെ ഒരു കുഞ്ഞിനെ നവ്യ പ്രസവിക്കരുത് എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ചെയ്തതാണോ എന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കുത്തി സംസാരിക്കില്ല. അങ്ങനെ സംസാരിച്ചിട്ട് വേണു അങ്ങ് പോവാണ്. അന്നേരം നയന പറയുന്നുണ്ട്, എനിക്ക് അയാളുടെ സംസാരം കേൾക്കുന്നതേ പിടിവിട്ട് പോകും, കാരണം തീർത്തോണം കൊടുക്കുക ചെയ്യേണ്ടത് എന്ന് പറയും. അന്നേരം
അന്നേരം ആദർശ് നയനോട്, എടി ശരിക്കും നിനക്ക് അമ്മയോട് ദേഷ്യമൊന്നും ഇല്ലേ? ഒരിക്കലും അമ്മ നിന്നെ സ്നേഹിച്ചിട്ടില്ല, നിന്നെ ദ്രോഹിച്ചിട്ടുള്ളൂ, എന്നിട്ടും നിനക്ക് അമ്മ എങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, അമ്മയുടെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ള ഒരു മരുമോളല്ലായിരുന്നു ഞാൻ, അതിൻ്റെ പ്രതിഷേധം അമ്മ കാണിക്കുന്നത്. അല്ലാത്ത രീതിയിൽ നോക്കിയാൽ അമ്മ നല്ലൊരു അമ്മയാണ്, ആദർശേട്ടനെ നന്നായിട്ട് നോക്കുന്നുണ്ട്, മുത്തശ്ശനെയും മുത്തശ്ശിയെയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അമ്മയെ ആ രീതിയിലേ കാണുന്നുള്ളൂ, അമ്മയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇപ്പം ഞാൻ ആത്മാർത്ഥമായിട്ടാണ് നോയമ്പെടുക്കുന്നത്. കാരണം അമ്മയുടെ ആരോഗ്യം നല്ല രീതിയിൽ തിരിച്ചു വരണം. അതുപോലെ തന്നെ അമ്മ എന്ന് നിന്നെ സ്നേഹിക്കുന്നു അന്നായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം. അതിനു വേണ്ടിയാണ് ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നയനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.